അങ്ങനെ നിവിൻ പോളിക്ക് വരെ 100 കോടിയായി. മമ്മൂട്ടിക്ക് ഇപ്പോഴും ആയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ലാലേട്ടനുണ്ട്, DQനുണ്ട്, മമിതക്കും നസ്ലനും ഉണ്ട്. 100 കോടി ഇല്ലാത്തവരാരും ഇല്ല. പക്ഷേ മമ്മൂട്ടിക്ക് ഇപ്പോഴും 100 കോടി പണം കിട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാരോടാണ്. എത്ര വയസ്സായി ചങ്ങായിമാരെ? മമ്മൂട്ടിക്ക് 74 ശരിയാണ്, 75 വയസ്സായിട്ടുണ്ട്. ഈ ഒരു പ്രായത്തിൽ ഇതേപോലെ ചുള്ളനായി നടക്കുന്ന ഒരാളുകളെന്ന് കാണിച്ചെന്നാണ്. ഇതേ പ്രായത്തിലുള്ള ആൾക്കാർ പലരും ഇന്ന് ഇല്ല. പലരും ഈ ഒരു ഭൂമിയോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ നീറ്റ് നടക്കാൻ വയ്യാതെ ഹോസ്പിറ്റലായിട്ട് നടക്കുന്നു. ചുമയും ഛർദിയും ക്യാൻസറും ലിവറിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് പലർക്കും കട്ടിൽമെന്ന് നീക്കാൻ പോലും പറ്റാത്ത ഈ ഒരു പ്രായത്തിലാണ് മമ്മൂട്ടി ഇപ്പോഴും ഒരു യൂത്ത് ആക്ടറായിട്ട് നടക്കുന്നത്. പിന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ബാക്കിയുള്ള നടന്മാർക്ക് കിട്ടുന്ന പോലത്തെ ഒരു ബിഗ് ഹൈപ്പ് അല്ലെങ്കിൽ ഒരു KGF, പുലിമുരുകൻ അങ്ങനെ പോലുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് പടം മമ്മൂട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക. ഒരു ബിലാൽ ലോഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു എത്ര കൊല്ലമായിപ്പോൾ, ഇനി ലോകാവസാനം വരെ ബിലാൽ ലോഡിങ് എന്ന് പറഞ്ഞ് നടക്കല്ല. അത്തരത്തിലുള്ളൊരു ബിഗ് ബഡ്ജറ്റ് പടം മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു 100 കോടിക്ക് എത്തുക? പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് 100 കോടി എന്നുള്ള ഒരു പ്രസക്തിയുള്ള കാര്യമല്ല. ഇപ്പോൾ മമ്മൂട്ടിൻ്റെ അഭിനയവും മമ്മൂട്ടിൻ്റെ ആ കഴിവുള്ള വേറെ ഏത് നടനുണ്ട് നിങ്ങളൊന്ന് പറയാം. ഞാനൊരു ഫാനിസം വെച്ച് സംസാരിക്കില്ല. ഉദാഹരണത്തിന് മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ ഏത് ജില്ലത്തെ ഭാഷ ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ വേറെ ആരാളും മമ്മൂക്കല്ലാതെ? ഒരാളെ നിങ്ങൾ കാണിച്ചു തരി, പറ്റൂല. അതാണ് മമ്മൂക്ക. അതേപോലെ തന്നെ ഈ സെൻറ്റി സീൻസ്, ഇമോഷണൽ സീൻസ്, ആ സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളൊക്കെ, അതായത് ഒരാളെ പൊക്കി പറയല്ല. നിങ്ങൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഈ കോടിമുണ്ടും കോടിക്കള കണക്കൊക്കെ മാനദണ്ഡമാക്കി പറയുന്നതുകൊണ്ടാണ്. ഈ കോടിമുണ്ടും കോടിക്കണക്കൊക്കെ എന്നാ ഉണ്ടായത്? ഒരു 2013-14 ശേഷമാണ് ഇത്തരത്തിലുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പും പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ മമ്മൂക്കാൻ്റെ ഇൻഡസ്ട്രീറ്റ് രാജമാണിക്കുണ്ട്. അന്നത്തെ ടിക്കറ്റ് റേറ്റൊക്കെ എത്ര? 10 രൂപ. ആ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണക്കും കൂട്ടി കഴിഞ്ഞാൽ 100 കോടിയൊക്കെ കടന്ന് 200 എത്തിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് ആർക്കും കോടിമുണ്ടിൻ്റെ കണക്ക് അറിയണ്ടില്ലായിരുന്നു. ഈ ലോകാവസാനം വരെ തീരുമാനമാവാത്ത ഒരിതാണ് മമ്മൂട്ടിയാണോ ടോപ്പ്, മോഹൻലാലാണോ ടോപ്പ് എന്നുള്ള വിഷയം. അത് ലോകം അവസാനിച്ചാൽ പോലും തീരുമാനമാവില്ല. ഈ ഫാനിസും അന്ധമായ ഫാൻ വിരോധമൊക്കെ ഇതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടിനെ സപ്പോർട്ട് ചെയ്യേണ്ടവരൊക്കെ സുഡാപ്പിയോളും, മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യണമൊക്കെ സംഖ്യകളും. എന്തിനാണ് ഇതിൽ മതം കുത്തി കലർത്തുന്നത് മനസ്സിലാവണില്ല. എല്ലാത്തിലും മതം കുത്തി കലർത്തുക. റോട്ടിലൊരു നായ ദൂരെ വെച്ചാൽ പോലും അതിലും മതം കുത്തി കലർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പിന്നെ എങ്ങനെ ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക? ഒന്ന് ആലോചിച്ചാൽ മതി. മമ്മൂട്ടി എന്നുള്ളത് ഇവിടെയാണ്, ലാലേട്ടനും ഇവിടെ തന്നെയാണ്. രണ്ടാളും അവിടെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഓളുണ്ട്. അതിൽ കോടിമുണ്ടിൻ്റെയും കോടിക്കണക്കിൻ്റെയും കണക്കിനൊന്നും ഒരു പ്രസക്തിയില്ല. കിട്ടുമായിരിക്കും ഭാവിയിൽ. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇതേപോലെ ചുള്ളനായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളുകൾ കാണിച്ചേരി. ഒപ്പം പഠിച്ചവരൊക്കെ കുഴഞ്ഞ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കയിലോ ആശുപത്രിയിലൊക്കെയാണ് പലരും ജീവിച്ചിരിപ്പില്ല. ആ നേരത്ത് മമ്മൂട്ടി ഇങ്ങനെ എണീറ്റ് ഇന്ന് ആരോഗ്യത്തോടെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത്, അല്ലാതെ ഈ കോടിമുണ്ടിൻ്റെ കണക്കിനല്ലല്ലോ. ഏതായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെ. നോക്കേ.